ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് സംസാരിച്ചത്. 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളാണ് ശുഭാംശു വഹിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, അഭിമാനകരമായ നിമിഷമാണ്. എങ്ങനെയാണ് രാജ്യത്തിന്റെ സന്ദേശം പ്രധാനമന്ത്രി അറിയിക്കുന്നത്? പൂജ, ആത്മവിശ്വാസം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ അദ്ദേഹവുമായി നടത്തിയൊരു സംഭാഷണം എന്ന് പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം ഈ നേരത്തെ പൂജയും ഇൻട്രോയിൽ വായിച്ചതുപോലെ തന്നെ 140 കോടി ഇന്ത്യക്കാരുടെയും ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം വഹിച്ചുകൊണ്ടാണ് ശുഭാംശു ശുക്ല ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ നിൽക്കുന്നത്. ആ ഒരു സന്ദേശം തന്നെയാണ്, ആ ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാംശു ശുക്ലയ്ക്ക് നൽകിയത്. ആ ഒരു ഹ്രസ്വ നേരത്തേക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ടുള്ളൊരു സംഭാഷണമായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് ബഹിരാകാശ നിലയത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് 1984-ൽ രാകേഷ് ശർമ്മ ആദ്യത്തെ ഇന്ത്യക്കാരനായപ്പോൾ, ഈ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായപ്പോൾ അദ്ദേഹവുമായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനം എന്ന് പറയാം, അല്ലെങ്കിൽ ആവർത്തനം പോലെ ഇപ്പോൾ ശുഭാംശു ശുക്ല ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ്. അദ്ദേഹവുമായി അല്പനേരത്തേക്കെങ്കിലും പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൂടി പകർന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഭാവി ഈ ബഹിരാകാശ ദൗത്യങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഈ ശുഭാംശു ശുക്ല നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അർജുൻ, ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും സ്വപ്നങ്ങളാണ് ശുഭാംശു വഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.